So this is the Kerala. We are just moving from Kochi to Thodupuzha. On the way, we are just started, and you can able to see on the both either side. There's a huge rainfall is coming up, and on both sides there are a lot of greeneries. And this is India. It is clear cut. You can see the rubber plantation over there. Okay, so it's a pure Madurai veg. So here you can see right here. So yes. Pure Kerala tea. Botanical district. Yes, it's a beautiful Kerala. You can see here. Sir, river बहुत ज़्यादा है ना यहाँ river. Wonderful peppers cuttings are there. So you can see here, this is the cadius and the pepper cuttings. This is the cadius. It's nice food. So the Western culture, you can see the chimney hoops, and which are, the hoops are coming out. So video. മറ്റൊരു തലത്തിലോട്ട് മാറ്റി ഭക്ഷണ അല്ലെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്വം സ്പൈസസ് ബോർഡ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിവിധ സംഘടനകൾ വഴി, കൃഷി ഡിപ്പാർട്ട്മെന്റുകൾ വഴി, അതുപോലെ സ്പൈസ് ബോർഡ് പോലെയുള്ള ബോർഡുകൾ വഴി ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തുനിന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന ഈ ട്രെയിനിങ് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്, പ്രോത്സാഹനജനകമാണ്. നമുക്ക് വരുന്ന തലമുറയ്ക്ക് ഈ ഭൂമിയെ പരിരക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് കൈമാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ ജനതയുടെ ആരോഗ്യവും അവരുടെ മുന്നോട്ടുള്ള ജീവിത പ്രശ്നങ്ങളെയും ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു. ഞാൻ ഇന്നലെ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടൊരു ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിൽ സയന്റിസ്റ്റുകളായി പങ്കെടുത്തത് ബുസാറ്റിലും അതുപോലെ തന്നെ കേരള നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 2 സയന്റിസ്റ്റുകളാണ് പങ്കെടുത്തത്. അവർ 1980 ശേഷം വന്ന റെയിൻഫാളിനെ കുറിച്ച് കൃത്യമായ കണക്കുകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ വർഷം കഴിയുമ്പോൾ റെയിൻഫാൾ കുറഞ്ഞു വരുന്നു.
കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് നിഷ്കളങ്കമായി ചോദിച്ചു, റെയിൻഫാള് കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. വെയിൽ പെയ്യുന്ന മഴയിൽ എത്ര ശതമാനം ജലം ഭൂമി ആഗിരണം ചെയ്യുന്നുണ്ട്? അവരോട് അങ്ങനെ പഠനം നടത്തിയിരുന്നു. അപ്പോൾ ഒഴുകി വരുന്ന മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ജലം അതേ രീതിയിൽ കടലിലേക്ക് എത്തപ്പെടുകയും കടലിലേക്ക് പിന്നീട് ശുദ്ധജലത്തിന്റെ വരവ് നിലയ്ക്കുകയും ചെയ്യുമ്പോൾ കടലിലെ ജലം ചൂടാകുമെന്നാണ് അവർ ആ ചർച്ചയിൽ പറഞ്ഞത്. കടലിലെ ജലം ചൂടാകാതിരിക്കണമെങ്കിൽ അത് നിർഗമമായ ഒരു ഒഴുക്ക്, ഇവിടെ നിന്ന് കൃത്യമായ ഒഴുക്ക് ഭൂമിയിൽ വരണം. അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉറവകൾ, നീരുറവകളിലൂടെ സാധ്യമായിരുന്നു. ഇപ്പം ഈ കാലവർഷം കഴിഞ്ഞാൽ ഒരു 4 മാസത്തേക്ക് പുഴയിലെ വെള്ളം നല്ല നിലയിൽ ഉയർന്നു നിൽക്കുക. എന്നാൽ ഇപ്പോഴും മാറിയിട്ട് മഴ പെയ്യുന്ന സമയത്ത് പുഴയിൽ വെള്ളം ഉയരുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ജലം മുഴുവൻ കടലിൽ എത്തിച്ചേർന്ന് പുഴയിലെ വെള്ളം താഴുകയും ചെയ്യും. വെള്ളപ്പൊക്കം പഠിക്കാൻ വന്ന കേന്ദ്ര മന്ത്രിമാരെ കുട്ടനാട്ടിലെ കായൽ കാണിച്ചു കൊടുത്ത് ഇതാണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. കേൾക്കുന്നതിന് മുഖ്യമന്ത്രിയായിട്ട് ഇതുപോലെ വെള്ളപ്പൊക്കം ഒരിക്കലും ഇവിടെ നിലനിൽക്കുന്നില്ല, പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ വെള്ളപ്പൊക്കം എന്നുള്ള ആ ഒരു ഘട്ടത്തിൽ ഭൂമിയുടെ ജലാകിരണ ശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ള ആ വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ പെയ്ത് വീഴുന്ന വെള്ളം 100 ലിറ്റർ ആണെങ്കിൽ അതിൽ എത്ര ലിറ്റർ വെള്ളം ഭൂമിക്ക് ആഗിരണം ചെയ്യാൻ കഴിയും? അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു പഠന രീതി അനുവർത്തിച്ച് വരേണ്ടതുണ്ട്. അപ്പോൾ സയന്റിസ്റ്റുകളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ മുറിക്കുള്ളിലിരുന്ന് പൂർണ്ണതയെ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പാളിപ്പോകും. ഇപ്പൊ കേരളത്തിലെ റബ്ബറിന്റെ കേസ് അതാണ് കാണിക്കുന്നത്. ഏകവിള സമ്പ്രദായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഏകവിള സമ്പ്രദായം വന്നു കഴിഞ്ഞപ്പോൾ 2000 രൂപയാണ് ഒരു ഹെക്ടറിന് സബ്സിഡി കൊടുക്കാൻ അവർ തീരുമാനിച്ചത്. പക്ഷെ അതിന്റെ കണ്ടീഷൻസ് എന്തായിരുന്നു? ആകെ 5 മരങ്ങളാണ് അവര് ഒരു ഹെക്ടർ സ്ഥലത്ത് അനുവദിച്ചത്, ബാക്കി മുഴുവൻ വെട്ടികളായിരുന്നു. അപ്പോൾ വൈവിധ്യപൂർണ്ണമായ സസ്യജാലത്തെ പൂർണ്ണമായി നശിപ്പിച്ചിട്ട് ഏകവിള സമ്പ്രദായം എന്ന നിലയിലേക്ക് റബ്ബർ കൃഷി വന്നു കഴിഞ്ഞപ്പോൾ റബ്ബർ വെട്ടിമാറ്റിയിട്ടുള്ളൂ. റബ്ബർ നിലയില്ല, വെട്ടിമാറ്റിയിട്ടുള്ളത് മരുഭൂമി പോലെ. And then in the big farmer, big processor, they can have a premium standard to follow. This is Kerala. Continuous rainfall. It started from yesterday or day before yesterday. We are here in Thodupuzha in Kerala. Senior Field Officer, Nizamabad. Yes. So this is bamboo. The plan is. बोलो बहुत पंडारा में बोलो उसको. This is you can see the Nakhelium. You can see the fruits. It's very it's a Singapore Malaysian based fruit. This is also the, you can see the fruits of this is also the one of the this plant. It's grown in Kerala only. Pepper, the things
in the poly bag, and even you can, this is used for bush pepper. There you can see the peppers already shooted, and these are the mangosteen. You can see the kodambuli, it's used in fish curry. This is mangosteen. In nitrogen fixation, and also to ये जो है ना अजोला है ये. Exactly. There are two species. इसमें से एक है ये. अभी सही है ना, हिल रहा है कोई बात नहीं. हाँ Yeah, fantastic. हाँ मजे करो. सी बोर्ड में आने का ये फायदा होता है. वंडरफुल है. इट्स अ रिवर. Awesome. The rain started again, and you can see the sounds of the nature, the sounds of the water droplets falling continuously from the sky. It's a Godson country, the lush green, a resort, a river bank. It's a real river bank. The name of the river is Thodupura River. So the river bank, this is the resort, and that's the river is Thodupuzha. So Thodu means rivulet and Pura means river. So the small streams converted into river. So that's the name derived. And it's a beautiful river coming from the high ranges. It's panoramic and it's very beautiful. The way the areca plants, the way there's the palms, and the small you can say this is the lush green lawns.